ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ഒരുപാട് ഉള്ളിയും തക്കാളിയും ഒന്നും ഒരുപാട് വഴറ്റിയെടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ലാതെ വളരെ തിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. നമ്മൾക്ക് ഏകദേശം മിക്സ് ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ നിറയെ ഇല്ല, അതുപോലെ 2 ടേബിൾ സ്പൂൺ ഇതിന് പാകത്തിന് കുമിച്ചെടുത്തിട്ടില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി ചേർക്കാം. പിന്നെ വേണ്ടതാണ് 2/4 ടേബിൾ സ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഇതിലിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടതാണ് നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്. അപ്പോൾ കുരുമുളക് ചതക്കുന്ന സമയത്ത് നിങ്ങൾ അത് മുഴുവൻ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേണം ചതച്ചെടുക്കാൻ. അതിൽ ഒരുപാട് അഴുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കുരുമുളക് ചതച്ചത് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ വേണ്ടതാണ് 10-15 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് 15 എടുത്തത്. വലുതാണെങ്കിൽ പിന്നെ ഒരു 10 എടുത്താൽ മതി. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചതച്ചിടുന്നത് കൊണ്ട് ഇതിൻ്റെ ഫ്ലേവർ വളരെ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് കിട്ടും. അതിൻ്റെ പേരിലാണ് ഈ ചതച്ചിടുന്നത്. പിന്നെ വേണ്ടതാണ് ചെറിയ ഉള്ളി. പിന്നെ ചെറിയ ഉള്ളി ഞാൻ ചതച്ചിട്ടാണ് എടുത്തത്. അത് പിന്നെ ഒരു 10-20 ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകാണ് വേണ്ടുന്നത്. നല്ല അധികം എരിവില്ലാത്ത പച്ചമുളകാണിത്. പിന്നെ ഒരു 10-15 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറുത്ത കളർ കാണുന്നത് കുരുമുളക് ഇടിച്ച് ഇങ്ങനെ ചതച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതാണ് ഒരു ചെറിയ തക്കാളി നീളത്തിൽ മുറിച്ചത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നതാണ് തേങ്ങാക്കൊത്ത്. പിന്നെ ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്നില്ല. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ അതിന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കൈ വെച്ച് തന്നെ നല്ല വൃത്തിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പിന്നെ മിക്സിങ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഒറ്റക്കാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ മിക്സിങ് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഞാൻ ഏറ്റവും ആദ്യം കുറച്ചല്ലേ ചേർത്തിട്ടു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കണക്കായിട്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഇടുന്നത് കറക്റ്റായിട്ട് വേണം. പിന്നെ നമുക്ക് കറി പിന്നെ എല്ലാം വെക്കുന്ന സമയത്ത് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ മല്ലിപ്പൊടിയും പറങ്കിപ്പൊടിയും പിന്നെ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പിന്നെ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ആണെങ്കിൽ അത് ചൂടാക്കിയിട്ട് പിന്നെ ഒരു ചെറിയ ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിന്നെ ഇവിടെ നിന്ന് തന്നെ മല്ലിമുളകും മേടിച്ച് കഴുകി പിന്നെ അതുപോലെ വൃത്തിയായിട്ട് പിന്നെ കഴുകി ഉണക്കി പൊടിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് ചൂടാക്കാതിരുന്നത്. അപ്പോൾ പാക്കറ്റ് മുളകാണെങ്കിൽ അതുപോലെ തന്നെ ചൂടാക്കിയിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് 10-15 മിനിറ്റ് ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിലുള്ള ഈ പിന്നെ നമ്മളെ എല്ലാ ഫ്ലേവറും പിന്നെ ആ ചിക്കനിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ ചിക്കനിലേക്ക് അരവൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിതൊരു കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാല പിടിപ്പിച്ച് വെച്ചതെല്ലാം നമ്മൾക്കൊരു കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് പിന്നെ ഒറ്റൊരു വിസിൽ അടുപ്പിച്ചിട്ട് എടുത്താൽ മതി. കൂടുതൽ വിസിൽ പിന്നെ അടുപ്പിച്ച് ഇത് കുക്കറിൽ വേവിക്കണ്ട. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല പിടിപ്പിച്ചതെല്ലാം കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂടിയൊക്കെ ഇട്ട് നമ്മൾക്ക് ഇതൊന്ന് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ മസാല
പിടിപ്പിച്ച പിന്നെ ചിക്കനെല്ലാം ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിലടുപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് മാറ്റുന്നതിന് മുന്നേ ചട്ടിയിൽ മുഴുവനായിട്ട് എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ചട്ടിയിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണ തടവി കൊടുത്തത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് ഇതിൽ ഗ്രേവി വേണ്ടുന്നവർക്ക് ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ഗ്രേവിയിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കനിൽ ഊറി വരുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒറ്റ വിസിലടുപ്പിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചിക്കനെല്ലാം വന്നിട്ട് സെറ്റ് ആവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതാ ഒരു 4-5 വലിയ വെളുത്തുള്ളി തൊലിയോടെ ചതച്ചിട്ട് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി അടക്കൊന്ന് ഇതാ കയ്യിൽ വെച്ചിട്ട് ഇതാ ഈ ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഇത് അടിക്ക് പിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ. അതിന് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഗ്രേവി കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രേവി ഒന്നും ആക്കിയെടുത്തില്ല. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്നിട്ട് ഒന്ന് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.